നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സോറി അമ്മു, നിന്നോട് പറയാതെ തന്നെ എനിക്ക് നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കണമെന്നൊരു വാശി തോന്നി. അതാ ഒരു ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയത്. ആ മനുഷ്യനെ കണ്ടുപിടിച്ചിട്ട് ചേച്ചി എന്ത് നേടാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഭർത്താവ് ആരാണെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വഴിക്ക് പോകേണ്ടി വരുമായിരുന്നോ? ശരിക്കും എനിക്ക് ഈ കാര്യത്തിൽ ഒരുപാട് വേദനയുണ്ട്. ചേച്ചിയിൽ നിന്ന് അത് ആരാണെന്ന് ഞാൻ പറയാൻ മടിക്കുമ്പോ തന്നെ ചേച്ചി എന്നെ മനസ്സിലാക്കണമായിരുന്നു. ആരോട് കള്ളം പറയേണ്ടി വന്നാലും ചേച്ചിയോട് കള്ളം പറയാൻ കഴിയാത്തവളാ ഞാൻ. എന്റെ വിവാഹവും അതിനെ തുടർന്നുണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ. എന്തുകൊണ്ട് ഞാൻ ചേച്ചിയോട് ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കരുതേ എന്ന് അപേക്ഷിച്ചതിനും കാരണം ഞാൻ പറഞ്ഞു. ഞാൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു മനുഷ്യൻ ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കാനായി താലികെട്ട് എന്ന നാടകത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു. എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടുകാരെ നിശ്ചയിച്ച വിവാഹത്തിന് കാത്തിരിക്കുന്ന സത്യവും എന്റെ മുത്തശ്ശിയോട് പറയുകയും ചെയ്തു. എന്നെ കൂടെ കൊണ്ടുപോയി ജീവിതം കൊടുക്കാനല്ല മുത്തശ്ശി അദ്ദേഹത്തോട് പറഞ്ഞത്. അവൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വാങ്ങിക്കൊടുക്കാൻ അപേക്ഷിച്ചത്. ആ മനുഷ്യന് ഒരു തരത്തിലും ബാധ്യതയാവരുതെന്ന് കരുതി ഞാൻ തന്നെ അദ്ദേഹത്തെ വിട്ടുപോയത്. ഞാൻ എവിടെയോ എങ്ങനെയോ ജീവിക്കുന്നെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവും. ചിലപ്പോ അദ്ദേഹത്തിന്റെ വിവാഹം ഇപ്പൊ കഴിഞ്ഞും കാണും. ചേച്ചി ഇപ്പൊ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് വേട്ടയാടുന്നതിന് തുല്യ. അമ്മു, ഞാനൊന്ന് പറയട്ടെ ചേച്ചി, ആ ഡിറ്റക്റ്റീവിന് ചേച്ചി ഇട്ടുകൊടുത്തത് ഒരു നല്ല മനുഷ്യന്റെ ഭാവിയല്ലേ? ആ മനുഷ്യൻ ഒരു പെൺകുട്ടിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോ ആ ഡിറ്റക്റ്റീവ് അവിടെയും കടന്നു കയറില്ലേ? ഇത്തരക്കാരാരെയും വില പേശി ജീവിക്കുന്നവരല്ലേ? അയാൾ അങ്ങനെ ചെയ്യില്ലെന്ന് ചേച്ചിക്ക് എന്തുറപ്പാ ഉള്ളത്? അയാൾ ആരാണെന്നോ എങ്ങനെ ജീവിക്കുവാണെന്നോ അറിയാനുള്ള കൗതുകം കൊണ്ടൊന്നും അല്ല ഞാൻ ഇതേപ്പറ്റി അന്വേഷിച്ചത്. എനിക്ക് അയാൾ ആരാണെന്ന് അറിയാൻ വേണ്ട. പക്ഷേ ഇപ്പോഴും അയാളുടെ ബന്ധനത്തിലാ നീ. അതാ നിന്റെ കഴുത്തിൽ ഈ താലി. നീ എത്രയും വേഗം നിയമപരമായി പുറത്തു കടക്കണം. എത്ര കാലം നിനക്ക് എങ്ങനെ കഴിയാൻ പറ്റും? നീ താലി ഉപേക്ഷിക്കുന്നുമില്ല. നിനക്കൊരു ജീവിതം വേണമെന്ന് നിന്റെ ചേച്ചി ആഗ്രഹിച്ചതിൽ തെറ്റുണ്ടോ? എങ്കിൽ നീ പറ. അയാൾ ആരാണെന്ന് നീ പറയാത്തിടത്തോളം കാലം എനിക്ക് അയാളെ കണ്ടെത്തി നിനക്ക് ഡിവോഴ്സ് വാങ്ങി തന്നേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.